innal hamdalillah nahmaduhu wa nasta'inuhu wa nu'minu bihi wa natawakkalu alayhi wa na'udzu billahi min shururi anfusina wa min sayyiati a'malina may yahdihillahu fala mudilla lahu wa man yudlilhu fala hadiya lahu ashhadu an la ilaha illallah wa ashhadu anna muhammadan abduhu wa rasuluhu arsalahu bil huda wa dinil haqq liyudhhirahu ala ad-din kullihi walau karihal mushrikun. Allahumma salli ala muhammadin wa ala ali muhammad kama sallaita ala ibrahim wa ala ali ibrahim wa barik ala muhammadin wa ala ali muhammad kama barakta ala ibrahim wa ala ali ibrahim innaka hamidum majid. amma ba'du fa inna khayral kalami kalamullah wa khayras sunan muhammadin mustafa sallallahu alayhi wa sallam wa sharral umuri muhdathatuha wa kullu muhdathatin bid'ah wa kullu bid'atin dhalalah wa kullu dhalalatin finnar. a'udzu billahi minash shaitanir rajim. bismillahir rahmanir rahim. ya ayyuhan nasu ittaqu rabbakumul ladzi khalaqakum min nafsin wahidah wa khalaqa minha zawjaha وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس ഉസീക്കും വയ്യായ അവലം ബിതഖ്വല്ലാഹ്. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിൻ്റെ ഒരുപാട് അനുഗ്രഹങ്ങൾ ആസ്വദിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ് ഞാനും നിങ്ങളും. അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ എണ്ണി നോക്കുകയാണ് എങ്കിൽ നമുക്കത് എണ്ണിത്തിട്ടപ്പെടുത്തുവാൻ സാധിക്കുകയില്ല. അള്ളാഹു തആല പറയുന്നുണ്ട്, വൈൻ തഅദ്ദു നിഅമതല്ലാഹി ലാ തുഹ്സുഹാ. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ നിങ്ങൾ എണ്ണുകയാണ് എങ്കിൽ അതിനെ കണക്കാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല എന്നാണ്. അപ്രകാരം അള്ളാഹു നമുക്കൊക്കെ നൽകിയ വളരെ വലിയ അനുഗ്രഹമാണ് കേൾവി എന്നുള്ളത്. ഒന്നും കേൾക്കാത്ത ആളുകളെ ഞാനും നിങ്ങളും കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ കാഴ്ച. ഈ ലോകത്തുള്ള ഒന്നും കാണാൻ കഴിയാത്ത, വളരെ പ്രയാസത്തോടെ ജീവിക്കുന്ന അന്ധന്മാരായ ആളുകളെ ഞാനും നിങ്ങളും കണ്ടിട്ടുണ്ട്. ഈ രൂപത്തിൽ മനുഷ്യ ശരീരത്തിലെ ഓരോ അവയവങ്ങളെ പറ്റി നമ്മളിങ്ങനെ പരിശോധിച്ചാൽ ബുദ്ധി ഇല്ലാത്ത ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതെല്ലാം അള്ളാഹുവിൻ്റെ വളരെ വലിയ അനുഗ്രഹങ്ങളിൽപ്പെട്ടതാണ്. ആ രൂപത്തിൽ പടച്ച റബ്ബ് നമുക്ക് നൽകിയിട്ടുള്ള വലിയൊരു സൗഭാഗ്യമാണ് നാവ് അഥവാ സംസാരശേഷി എന്നുള്ളത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല നമ്മളോട് പറയുന്നുണ്ട്, അലം നജ്അൽ ലഹു ഐനൈൻ. നിങ്ങൾക്ക് നാം രണ്ട് കണ്ണുകളെ നൽകിയില്ലേ, വലിസാനം വശഫതൈൻ. രണ്ട് ചുണ്ടുകൾക്കിടയിൽ ഒരു നാവിനെ അഥവാ സംസാരശേഷിയെ നാം നിങ്ങൾക്ക് നൽകിയില്ലേ എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു നമ്മോട് ചോദിക്കുന്നുണ്ട്. ആ നാവ് എന്ന അനുഗ്രഹത്തെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി
ഉപയോഗപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കണം. നാവ് കൊണ്ട് ഒരുപാട് ഫിത്നകൾ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കും. രണ്ട് വിഭാഗങ്ങളെ തമ്മിലടിപ്പിക്കാൻ, രണ്ട് ആളുകളെ തമ്മിൽ തെറ്റിക്കാൻ, ഒരു കുടുംബത്തെ ശിഥിലമാക്കാൻ, എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ സംസാരം കൊണ്ട് സാധിക്കും എന്നുള്ളതാണ്. പണ്ടൊക്കെ ആളുകൾ പറയാറുണ്ട്, ഒരാള് കത്തി കൊണ്ട് ഒരാളെ ഉപദ്രവിച്ചാൽ അതിന്റെ മുറിവ് ഉണങ്ങുന്നതോടുകൂടി അത് പോകും. പക്ഷെ നാവ് കൊണ്ട് ഒരാളെ ഉപദ്രവിച്ചാൽ, സംസാരം കൊണ്ട് ഒരാളെ വേദനിപ്പിച്ചാൽ അത് മരണം വരെ അയാളുടെ മനസ്സിലുണ്ടാകുമെന്ന് പലപ്പോഴും നമ്മളൊക്കെ പറയുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു പണ്ഡിതനോട് ഒരാൾ ചോദിച്ചു, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നല്ല അവയവം ഏതാണ്? അയാൾ തന്റെ നാവിനെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, ഇതാണ്. വീണ്ടും അദ്ദേഹത്തോട് ചോദിക്കണം, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും മോശപ്പെട്ട അവയവം ഏതാണ്? വീണ്ടും അയാൾ തന്റെ നാവിനെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, ഇതാണ്. നമ്മുടെ നാവ് കൊണ്ട് നല്ലത് ചെയ്യാനും ചീത്തയായ കാര്യങ്ങൾ ചെയ്യാനും നമുക്ക് സാധിക്കും. നമ്മുടെ സ്വർഗവും നരകവും യഥാർത്ഥത്തിൽ നിശ്ചയിക്കുക നമ്മുടെ നാവാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, രണ്ട് കാര്യത്തിന്റെ വിഷയത്തിൽ നിങ്ങൾ എനിക്ക് ജാമ്യം നിൽക്കുകയാണ് എങ്കിൽ സ്വർഗം കൊണ്ട് ഞാനും നിങ്ങൾക്ക് ജാമ്യം നിൽക്കാമെന്ന്. ആ രണ്ട് കാര്യങ്ങൾ, ഒന്ന് നമ്മുടെ നാവാണ്, രണ്ടാമത്തത് നമ്മുടെ ഗുഹ്യാവയവമാണ്. ഇതിനെ രണ്ടിനെയും നമ്മൾ നിയന്ത്രിക്കുകയാണ് എങ്കിൽ സ്വർഗം കൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് ജാമ്യം നിൽക്കാം എന്ന് ഹദീസുകളിലൂടെ പഠിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫൽയഖുൽ ഖൈറൻ ഔ ലിയസ്മുത്. ആരെങ്കിലും അള്ളാഹുവിലും അതേപോലെ തന്നെ അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ നല്ലത് പറയട്ടെ എന്ന്, അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ. നമ്മുടെ ഓരോ സംസാരവും ഓരോ പ്രവൃത്തിയും മലക്കുകളായ ആളുകൾ കൃത്യമായി രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ് എന്നാണ്. രാവിലെ നമ്മൾ എണീക്കുന്നത് മുതൽ തിരിച്ച് നമ്മുടെ വിരിപ്പിലേക്ക് എത്തുന്നത് വരെ ഒരു ദിവസം നാം നടത്തുന്ന മുഴുവൻ സംസാരവും, അത് നന്മയാകട്ടെ ചീത്തയാകട്ടെ, അള്ളാഹു കൃത്യമായി രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. നമ്മുടെ നാവിനെ നിയന്ത്രിച്ചിട്ടില്ല എങ്കിൽ നാം നേടിയെടുക്കുന്ന സൽക്കർമ്മങ്ങളെ അത് പൊളിച്ചു കളയുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. പരലോകത്ത് തിഹാമ പർവ്വതത്തിന് സമാനമായി, മക്കയിലെ വളരെ വലിയ ഒരു പർവ്വതമാണ് തിഹാമ പർവ്വതം. ആ പർവ്വതത്തിന് സമാനമായി സൽക്രമങ്ങൾ ചെയ്ത് ഒരു വിഭാഗം ആളുകൾ വരും. അവരുടെ സൽക്രമങ്ങളെ നോക്കി ആളുകൾ അത്ഭുതപ്പെടും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്നിട്ട് അവരുടെ സൽക്രമങ്ങളെ അള്ളാഹു പല ആളുകൾക്കും വീതം വെച്ച് നൽകും. സ്വഹാബികളായ ആളുകൾ ചോദിക്കണം, പ്രവാചകരെ, എന്തിനാണ് അവരുടെ കർമ്മങ്ങൾ മറ്റുള്ളവർക്ക് വീതം വെച്ച് നൽകിയത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അവർ സൽക്രമങ്ങൾ ചെയ്തിരുന്നു, പക്ഷേ അവരുടെ നാവ് കൊണ്ട് മറ്റുള്ള ആളുകളെ നിരന്തരമായി അവർ ഉപദ്രവിച്ചിരുന്നു. ആളുകളെ പരിഹസിക്കുക, കളിയാക്കുക, ചീത്ത വിളിക്കുക. അതുകൊണ്ട് അവരുടെ സൽക്രമങ്ങളെ ആരെയാണോ പരിഹസിച്ചത്, ആരെയാണോ മോശപ്പെടുത്തി സംസാരിച്ചത്, അവർക്ക് നൽകുമെന്നാണ്. നാം കഷ്ടപ്പെട്ട് നേടിയെടുക്കുന്ന എല്ലാ സൽക്രമങ്ങളും നാവിനെ നിയന്ത്രിച്ചിട്ടില്ല എങ്കിൽ പൊളിഞ്ഞു പോകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിലൂടെ നമുക്ക് പഠിപ്പിക്കുകയാണ്. സത്യവിശ്വാസികളെ എന്ന നിലക്ക് നാവുമായി ബന്ധപ്പെട്ട് നാം ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് നമ്മൾ ഒരാളെയും പരിഹസിക്കാൻ പാടില്ല എന്നുള്ളത്. ചില ആളുകളൊക്കെ ഉണ്ട്, വെറുതെ ഒരാളെ കിട്ടിയാൽ അവനെ ഏതൊക്കെ രൂപത്തിൽ പരിഹസിക്കാൻ സാധിക്കോ ആ രൂപത്തിലൊക്കെ അവനെ കളിയാക്കും. വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത് തന്നെ അള്ളാഹു നമ്മെ പഠിപ്പിച്ചത്, യാ അയ്യുഹല്ലദീന ആമനു ലാ യസ്ഖർ ഖൗമുൻ മിൻ ഖൗമിൻ. സത്യവിശ്വാസികളായ ആളുകളെ, നിങ്ങളിലെ ഒരു വിഭാഗം അല്ലെങ്കിൽ നിങ്ങളിൽ ഒരാൾ മറ്റൊരാളെ പരിഹസിക്കാൻ പാടില്ല എന്നാണ്. നമ്മൾ മറ്റൊരാളേക്കാൾ ഒരിക്കലും ശ്രേഷ്ഠരല്ല. നമുക്ക് നമ്മുടേതായ ഒരുപാട് കുറവുകളും ന്യൂനതകളും ഉണ്ടാകും. ഒരാളെയും ഒരു വിശ്വാസി മറ്റൊരാളെ
പരിഹസിക്കാൻ പാടില്ല എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല നമ്മെ പഠിപ്പിക്കുകയാണ്. മറ്റൊരു കാര്യമാണ്, ചില ആളുകളൊക്കെ മറ്റുള്ള ആളുകളെ ചീത്ത വിളിക്കുക, അസഭ്യങ്ങൾ പറയും, തെറി വിളിക്കുക, അശ്ലീലതകൾ പറയും ജോലിക്കാരോട്, അതേപോലെ തന്നെ കൂട്ടുകാരനെ, തന്റെ സുഹൃത്തുക്കളെ, അല്ലെങ്കിൽ ഒരു സഭ കൂടുമ്പോൾ തന്റെ വീട്ടിലെ മക്കളെ, ഭാര്യയെ ഒക്കെ ചീത്ത വിളിക്കുന്ന ആളുകളുണ്ട്. അവര് മോശപ്പെട്ട രൂപത്തിൽ അസഭ്യങ്ങൾ പറയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരം ആളുകളെ പറ്റി പറഞ്ഞത് സിബാബുൽ മുസ്ലിമി ഫുസൂഖുൻ വഖിതാലുഹു കുഫ്റുൻ എന്ന. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ ചീത്ത വിളിക്കുക എന്നുള്ളത് അത് ഏറ്റവും മോശപ്പെട്ട പ്രവൃത്തിയാണ് എന്ന. നമ്മൾ ഒരാളെയും ചീത്ത വിളിക്കാൻ പാടില്ല, ഒരു മോശപ്പെട്ട വാക്കും മറ്റൊരാളോട് നമ്മൾ പറയാൻ പാടില്ല എന്ന്. വേറൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ലാ യദ്ഖുലുൽ ജന്നത നമ്മാമുൻ എന്ന. നമീമത്ത് പറയുന്നവൻ, നമീമത്ത് പറഞ്ഞാൽ കുറ്റവും കുറവും അന്വേഷിച്ച് അത് മറ്റുള്ള ആളുകളോട് ഇങ്ങനെ വിളിച്ചു പറയും, അങ്ങനത്തെ ആളുകൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയില്ല എന്നാണ്. ലാ യദ്ഖുലുൽ ജന്നത, അവർ സ്വർഗത്തിന്റെ പരിമണം പോലും ആസ്വദിക്കുകയില്ല എന്ന്. ചില ആളുകൾ ഇങ്ങനെ കൂടിയാൽ പരസ്പരം മറ്റുള്ള ആളുകളുടെ കുറ്റവും കുറവൊക്കെ പറയുന്ന ആളുകൾ. ഇന്നൊക്കെ വാട്സപ്പ് വഴി ഗ്രൂപ്പുകളിലൂടെ അന്യ ആളുകളെ പറ്റി അങ്ങനെ മോശപ്പെട്ട സ്ത്രീകളെ പറ്റിയിട്ടുണ്ടാകും, ആളുകളെ പറ്റിയിട്ടുണ്ടാവും. ഫോൺ വിളിച്ചിട്ട് മണിക്കൂറുകളോളം ഈ രൂപത്തിൽ മറ്റുള്ള ആളുകളെ, തങ്ങളുടെ അയൽവാസികളെ, കുടുംബത്തിലെ ആളുകളൊക്കെ ചീത്തയായ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്ന, നമ്മുടെ അമലുകൾ ഇങ്ങനെ ബാത്തിലാക്കി കളയുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരം ആളുകളെ പറ്റി പറഞ്ഞു, യാ അയ്യുഹന്നാസ്, ഹേ ജനങ്ങളെ, ലാ തസഹറു, നിങ്ങൾ പരസ്പരം പരിഹസിക്കരുത്, ലാ തജസ്സസു, ചാരപ്പണി നിങ്ങൾ നടത്തരുത്, ലാ തബാഅലു, നിങ്ങൾ കോപിക്കാൻ പാടില്ല, അതേപോലെ തന്നെ ലാ തഹൂനു, നിങ്ങൾ മറ്റൊരാളെ വഞ്ചിക്കാൻ പാടില്ല. ഈ രൂപത്തിലുള്ള ഉപദേശങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. പ്രവാചകർ ഒരിക്കലും ഒരു യുദ്ധം കഴിഞ്ഞിങ്ങനെ വരികയാണ്. അങ്ങനെ 2 ഖബർ കണ്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഈ 2 ഖബറില്ലാതിരിക്കുകയാണ്. വലിയ തിന്മകൾ ചെയ്തത് കൊണ്ടല്ല അവർ ശിക്ഷ അനുഭവിക്കുന്നത്, അവർ അവരുടെ ജീവിതത്തിൽ ചില ദുസ്വഭാവങ്ങൾ ഉണ്ടായിരുന്നു. അതിലെ ഒരു വ്യക്തി മലമൂത്ര വിസർജനം നടത്തിയിട്ട് ശരിയായ രൂപത്തിൽ വൃത്തിയാക്കുമായിരുന്നില്ല. അതിന്റെ പേരിൽ അയാൾ ഖബറിൽ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. രണ്ടാമത്തെ വ്യക്തി ഒരാളെ കണ്ടാൽ മറ്റൊരാളുടെ ഏതൊക്കെ കുറ്റവും കുറവും, അവനെ പറ്റി മോശപ്പെട്ട സംസാരങ്ങൾ, അവന്റെ എല്ലാവിധ ന്യൂനതകളും ഇവനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, നമീമത്ത് പറഞ്ഞുകൊണ്ടിരിക്കും. ആ വ്യക്തി ഖബറിൽ അള്ളാഹുവിന്റെ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. മറ്റൊരു വിഭാഗം ആളുകളുണ്ട്, ഒരു ചെറിയ വാർത്ത കേട്ടാൽ അതിന്റെ യഥാർത്ഥ വശം അന്വേഷിക്കാതെ അതങ്ങനെ പ്രചരിപ്പിക്കുന്ന ആളുകളുണ്ട്. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളായ ആളുകളെ, ഇൻ ജാഅകും ഫാസിഖും ബിനബഇൻ ഫതബയ്യനു ഇൻ തുസീബു ഖൗമൻ ബിജഹാല. ഒരു അധർമ്മകാരിയായ ഒരു മനുഷ്യൻ വല്ല വാർത്തയും കൊണ്ട് നിങ്ങളുടെ അടുക്കൽ വന്നാൽ അതിന്റെ യഥാർത്ഥ വശം, നിജസ്ഥിതി അന്വേഷിക്കാതെ നിങ്ങളത് പ്രചരിപ്പിക്കാൻ പാടില്ല എന്നാണ്. നമ്മളൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു വാർത്ത സോഷ്യൽ മീഡിയയിൽ കിട്ടിയാൽ നമ്മൾ വേഗം അത് ഷെയർ ചെയ്യും. ചിലപ്പോൾ അതൊക്കെ നിസ്സാരമായ ഒരു കാര്യം, അതിന്റെ യഥാർത്ഥ വശം ആലോചിക്കാതെ ഇത് സത്യമാണോ എന്ന് പോലും ചിന്തിക്കാതെ അതങ്ങനെ പ്രചരിപ്പിക്കുന്ന ആളുകളുണ്ട്. അത്തരം ആളുകളെ പറ്റി വിശുദ്ധ ഖുർആൻ പറഞ്ഞത് അത് നമ്മൾ തന്നെ കുഴപ്പത്തിലാകാൻ കാരണമാകുന്ന. പലപ്പോഴും അങ്ങനത്തെ അബദ്ധങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാറുണ്ട്. അത് വലിയ കുഴപ്പങ്ങളിലേക്ക് ചെന്നെത്തിക്കും എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല നമ്മെ പഠിപ്പിക്കും. ചില ആളുകൾ സംസാരിച്ചാൽ, ഒരു ചെറിയ സംസാരം നടത്തിയാൽ തന്നെ വ്യാപകമായി കളവുകൾ പറയുന്ന ആളുകളാണ്. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനു കൂനു മഅസ്സാദിഖീൻ എന്നാണ്. സത്യവിശ്വാസികളായ ആളുകളെ, നിങ്ങൾ സത്യവാന്മാരുടെ കൂട്ടത്തിലാകുക. നമ്മുടെ പ്രവൃത്തിയിലും സംസാരങ്ങളിലും സത്യസന്ധത എന്നുള്ളത് വെച്ചു പുലർത്തുവാൻ നമുക്ക് സാധിക്കണം. ഒരാളെ പറ്റിയും നമ്മൾ ന്യൂനത പറയാൻ പാടില്ല. നമുക്കൊക്കെ ഒരുപാട് കുറവുകൾ ഉണ്ടാവും, ഒരുപാട് പ്രശ്നങ്ങൾ നമുക്കുണ്ടാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ സത്തറ അലാ അഖീഹി മുസ്ലിമിൻ
ഫിദ്ദുനിയ സതറഹുല്ലാഹു യൗമൽ ഖിയാമ. ഒരു മുസ്ലിമായ ഒരു വ്യക്തിയുടെ ന്യൂനത ദുനിയാവിൽ ആരെങ്കിലും മറച്ചു വച്ചാൽ ഖിയാമത്ത് നാളിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിച്ച ഒരുപാട് ന്യൂനതകൾ ഉണ്ടാവും, പിഴവുകൾ ഉണ്ടാവും. അത് അള്ളാഹു ഖിയാമത്ത് നാളിൽ മറച്ചു വെക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഹദീസുകളിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. പിന്നെ നമ്മുടെ നാവിനെ നമ്മൾ എന്തിനു ഉപയോഗിക്കും? നല്ല കാര്യങ്ങൾ പറയാൻ, ആളുകളോട് സത്യസന്ധതയോടുകൂടി സംസാരിക്കാൻ നമുക്ക് സാധിക്കണം. അതേപോലെ തന്നെ നമ്മുടെ നാവിനെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഉപയോഗപ്പെടുത്തണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒരുപാട് ദിക്റുകൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ ദിക്റുകൾ കൊണ്ട് നമ്മുടെ നാവിനെ നനക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പ്രവാചകർ പറയുകയുണ്ടായി, യദ്കുറുല്ലാഹ അലാ കുല്ലി അഹ്യാനിൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തന്റെ ജീവിതത്തിലെ എല്ലാ സമയങ്ങളിലും തന്റെ നാവ് കൊണ്ട് അള്ളാഹുവിനെ നിരന്തരമായി കൊണ്ട് ഓർത്തിരുന്നു എന്നാണ്. വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത്, യാ അയ്യുഹല്ലദീന ആമനു ഉദ്കുറുല്ലാഹ കസീറ ലഅല്ലകും തുഫ്ലിഹൂൻ എന്നാണ്. സത്യവിശ്വാസികളായ ആളുകൾ, നിങ്ങൾ നിങ്ങളുടെ നാവ് കൊണ്ട് അള്ളാഹുവിനെ ധാരാളമായി കൊണ്ട് ഓർക്കുക. ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾ പരലോകത്ത് വിജയികളായി മാറുമെന്നാണ്. നമ്മുടെ നാവിനെ ഈ ദിക്റുകൾ കൊണ്ട്, അതേപോലെ തന്നെ നല്ല കാര്യങ്ങൾ സംസാരിക്കാൻ, അല്ലെങ്കിൽ മിണ്ടാതിരിക്കാൻ നമുക്ക് സാധിക്കാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുകയുണ്ടായി, അലാ അദുല്ലുക്കും കൻസിൻ മിൻ കുനൂസിൽ ജന്ന. സ്വർഗത്തിലെ ഒരുപാട് നിധികളുണ്ട്, അതിൽപ്പെട്ട ഒരു നിധി ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരാം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്നുള്ളതാണ്. ആ ദിക്റ് നമ്മുടെ നാവ് കൊണ്ട് നമ്മുടെ ഒഴിവുവേളകളിൽ ആളുകളോട് കളവ് പറയുന്നതിന് പകരം, ഒരാളെ പരിഹസിക്കുന്നതിന് പകരം, മറ്റൊരാളുടെ കുറ്റവും കുറവും പറയുന്നതിന് പകരം ഈ രൂപത്തിലുള്ള ദിക്റുകൾ ധാരാളമായി കൊണ്ട് ചൊല്ലാൻ നമുക്ക് സാധിക്കണം. നമുക്കൊക്കെ മനപ്പാടമുള്ള ഒരു ദിക്റാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്നുള്ളത്. അത് സ്വർഗത്തിലെ ഒരു നിധിക്ക് തുല്യമാണ് എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുകയുണ്ടായി, ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ. ഈ ദുനിയാവിൽ ഒരു ചെറിയ കടുകുമണിയോളം വലുപ്പം നന്മ നിങ്ങൾ ചെയ്താൽ പരലോകത്ത് ഖിയാമത്ത് നാളിൽ അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ, ഒരു കടുകുമണിയോളം തിന്മ നിങ്ങൾ ചെയ്താൽ അതും നിങ്ങൾക്ക് പരലോകത്ത് കാണാമെന്നാണ്. ഓരോ സമയവും നമ്മൾ നന്മകൾക്ക് വേണ്ടി ആ രൂപത്തിൽ നമ്മുടെ നാവിനെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പ്രവാചകർ ഒരു ഹദീസിലൂടെ പഠിപ്പിക്കുകയുണ്ടായി, കലിമത്താനി, രണ്ട് പദങ്ങൾ, ഖഫീഫത്താനി അലൽ ലിസാൻ, നമ്മുടെ നാവിന് അത് ചൊല്ലാൻ വളരെ എളുപ്പമാണ്. സഖീലത്താനി ഫിൽ മീസാൻ, നമ്മുടെ നന്മയുടെ തുലാസിൽ അതങ്ങനെ കനം തൂങ്ങും. ഏതാണ് ആ ദിക്റ്? സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം എന്നുള്ളതാണ്. ഈ ദിക്റ് ധാരാളമായി കൊണ്ട് ചൊല്ലാൻ നമുക്ക് സാധിക്കണം. വേറൊരു ഹദീസിൽ പഠിപ്പിക്കപ്പെടുകയുണ്ടായി, അഫ്ളലു ദിക്രി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ദിക്റുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഏറ്റവും മുന്തിയ ദിക്റ് എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, സൂര്യൻ ഉദിച്ചതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ പദം എന്ന് പറഞ്ഞാൽ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ എന്ന് പറയലാണ്. ഒരാൾ ഈ 3 ദിക്ർ ചൊല്ലിയാൽ അവന്റെ മേൽ 30 നന്മകൾ രേഖപ്പെടുത്തും. അവന്റെ 30 തിന്മകളെ അല്ലാഹു തആല മായ്ച്ചു കളയുമെന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ഒരു ദിവസം അല്ലാഹുവിനോട് ഞാൻ 100-ലധികം തവണ ഇസ്തിഗ്ഫാർ നടത്താറുണ്ട്. ഒരു ദിവസം നമ്മൾ 100 തവണ പറയേണ്ട ഒരു പദമാണ് അസ്തഗ്ഫിറുല്ലാഹ് എന്നുള്ളത്. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഈ ദിക്ർ ആരെങ്കിലും ചൊല്ലിയാൽ അവന് ഒരു അടിമയെ മോചിപ്പിച്ച പ്രതിഫലമാണെന്നാണ്. ഇങ്ങനെ ഒട്ടനവധി ദിക്റുകൾ, ദുആകൾ വിശുദ്ധ ഖുർആനിലൂടെയും ഹദീസുകളിലൂടെയും നമുക്ക് കാണുവാൻ സാധിക്കും.
നമ്മുടെ നാവ് കൊണ്ട് മറ്റൊരാളെ ഉപദ്രവിക്കുന്നതിന് പകരം നമ്മുടെ ഒഴിവുവേളകളിൽ വെറുതെ നമ്മളങ്ങനെ സംസാരിക്കുന്നതിന് പകരം ഇത്തരം ദിക്റുകൾ ചൊല്ലാൻ, ഇത്തരം ദിക്റുകൾ കൊണ്ട് നമ്മുടെ നാവിനെ നനക്കാൻ, നമ്മുടെ നാവിനെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കണം. അങ്ങനെയുള്ള സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു തആല നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒട്ടനവധി രോഗങ്ങൾ ഉണ്ടാകാറുണ്ട്. രോഗം എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ്. പലപ്പോഴും പല രൂപത്തിലുള്ള വീഡിയോകളിൽ വളരെയധികം പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് രോഗികളെ ഞാനും നിങ്ങളും കാണാറുണ്ട്. ചിലപ്പോഴൊക്കെ അവരെയൊക്കെ നമ്മൾ സഹായിച്ചിട്ടുണ്ടാകും. ഇന്നും ഒരുപാട് രോഗങ്ങളുമായി ജീവിക്കുന്ന, ആ രൂപത്തിൽ വേദനകൾ സഹിക്കുന്ന ആളുകളെ നമ്മുടെ കൂട്ടത്തിലുണ്ട്, നമ്മുടെ കുടുംബങ്ങളിലുണ്ട്. അള്ളാഹു അവരുടെ രോഗങ്ങൾക്കൊക്കെ ശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗം എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിൻ്റെ ഒരു പരീക്ഷണമാണ്. രോഗം വന്നാൽ ചികിത്സിക്കണം എന്നുള്ളതാണ്. അതേപോലെ തന്നെ രോഗം മാറാൻ വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം, അള്ളാഹുവിൽ ഭരമേൽപ്പിക്കണം, തവക്കുൽ നടത്തണം, പിന്നീട് ക്ഷമയോടുകൂടി കാത്തിരിക്കണം. മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാമയുടെ ചരിത്രം അതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. അയ്യൂബ് നബിക്ക് ഒരു രോഗമുണ്ടായി. ആ രോഗം വർഷങ്ങളോളം നീണ്ടു നിന്നു, 12 നീണ്ടു നിന്നു എന്നാണ്. അദ്ദേഹത്തിന്റെ എല്ലാവിധ സമ്പാദ്യങ്ങളും ഈ രോഗം വന്നപ്പോൾ നശിച്ചുപോയി. അദ്ദേഹത്തിന്റെ മക്കളും കുടുംബക്കാരും എല്ലാവരും അദ്ദേഹത്തെ ഇട്ടേച്ചു പോയി. പക്ഷെ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രതീക്ഷ കൈവിടാതെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ക്ഷമയോടുകൂടി കാത്തിരിക്കുകയും ചെയ്തു. എന്നിട്ട് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അയ്യൂബ് നബി അലൈഹിസ്സലാമക്ക് നഷ്ടപ്പെട്ട എല്ലാവിധ സൗഭാഗ്യങ്ങളെയും അല്ലാഹു തആല പിന്നീട് തിരിച്ചു നൽകി എന്നുള്ളതാണ്. ഈ ഒരു ശുഭാപ്തി വിശ്വാസമാണ് എല്ലാ വിശ്വാസികൾക്കും, എല്ലാ മുസ്ലിമീങ്ങൾക്കും ഉണ്ടാകേണ്ടത്. നമ്മളൊക്കെ ജീവിതത്തിൽ രോഗങ്ങൾ ഉണ്ടായാൽ നമ്മൾ ചെയ്യേണ്ടതും അതാണ്. ആദ്യം ചികിത്സിക്കണം, അതേപോലെ തന്നെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം, ഭരമേൽപ്പിക്കണം, ക്ഷമയോടുകൂടി രോഗം മാറാൻ വേണ്ടി കാത്തിരിക്കണം. മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ ചില വിഭാഗം ആളുകളുണ്ട്. അവർക്ക് രോഗം വന്നാൽ വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളും ചില ദിക്റുകളൊക്കെ ചൊല്ലി അത് വെള്ളത്തിൽ ഊതി കുടിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ കുടിച്ചാൽ രോഗം മാറും എന്ന തെറ്റായ അന്ധവിശ്വാസമാണ് പല ആളുകൾക്കുള്ളത്. അതുപോലെ തന്നെ ഒരു രോഗമുണ്ടായാൽ ചികിത്സിക്കുന്നതിന് പകരം ശരീരത്തിൽ ചരടുകൾ കെട്ടി, ഐക്കല്ല് കെട്ടി കാത്തിരിക്കുന്ന ആളുകളുണ്ട്. ചികിത്സക്കൊന്നും പോകാതെ, പ്രാർത്ഥിക്കാതെ, അള്ളാഹുവിൽ ഭരമേൽപ്പിക്കാതെ, കാത്തിരിക്കാതെ ഇത്തരം ശിർക്കൻ ആചാരങ്ങൾ ചെയ്ത് അതിൽ പ്രതീക്ഷ വെക്കുന്ന ആളുകളുണ്ട്. മറ്റൊരു വിഭാഗം ആളുകൾ കുടുംബത്തിൽ ഒരു വലിയ രോഗത്തിന്റെ പരീക്ഷണം ഉണ്ടായാൽ ഉടൻ തന്നെ ജാറങ്ങളിലേക്ക് പോയി അവിടെ എന്തെങ്കിലുമൊക്കെ സംഭാവനകൾ നൽകി അതിൽ വിശ്വസിച്ച് അങ്ങനെ പ്രതീക്ഷയോടുകൂടി ജീവിക്കുന്ന ആളുകളുണ്ട്. ഇന്ന് നമ്മുടെ കേരളക്കരയിൽ വ്യാപകമായി കൊണ്ടിരിക്കുന്ന ഒന്നാണ് ആത്മീയ ചികിത്സ എന്നുള്ളത്. യൂട്യൂബിലൊക്കെ കുറെ പ്രഭാഷകർ, അതിന് പല പേരുകളുണ്ടാകും. കഴിഞ്ഞ ഒരു ഖുതുബയിൽ ശിർക്കൻ വിശ്വാസങ്ങൾ എന്ന വിഷയത്തെ നമ്മൾ സംസാരിച്ചപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്തതാണ്. അറിവിൻ നിലാവ്, നൂറെ ഹബീബ്, നൂർ മജ്ലിസ്, അതേപോലെ തന്നെ മടവൂർ കാഫില എന്ന പേരിലൊക്കെ ആത്മീയ ചികിത്സ ഓൺലൈനിലൂടെയും നേരിട്ടൊക്കെ നൽകുന്ന ആളുകൾ. ചികിത്സിക്കുന്നതിനു പകരം ഇത്തരം ആളുകളുടെ അടുക്കലേക്ക് ആളുകൾ ചെല്ലുകയും
അവർക്ക് എന്തോ ഒരു ബർക്കത്തുണ്ട് എന്ന് കരുതി അതിലൂടെ തങ്ങളുടെ വലിയ രോഗങ്ങൾ മാറും എന്ന പ്രതീക്ഷയോട് കൂടി ജീവിക്കുന്ന ആളുകൾ. എന്നിട്ട് അവിടെ പോയി തങ്ങളുടെ സ്വർണ്ണാഭരണങ്ങളും പൈസകളും അതേപോലെ തന്നെ എല്ലാവിധ സ്വത്തുക്കളും ഇത്തരം ആളുകൾക്ക് സമ്മാനിക്കുന്ന ഒരുപാട് ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ ഇതെല്ലാം തെറ്റായ ഒരു വിശ്വാസമാണ് എന്നാണ് വിശുദ്ധ ഖുർആനും പ്രമാണങ്ങളും നമ്മെ പഠിപ്പിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒരു സ്വഹാബിക്ക് ഒരു രോഗമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ കുറച്ചൊക്കെ വൈദ്യം അറിയുന്ന ഒരു സ്വഹാബിയുടെ അടുക്കലേക്ക് പോകാനും മരുന്ന് കഴിക്കാനും അതേപോലെ തന്നെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാനുമാണ് പറഞ്ഞത്. ആ ഒരു പ്രാമാണിക പിൻബലമാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. ഇന്ന് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സഹോദരൻ അയാളുടെ ഭാര്യയുടെ പ്രസവം വീട്ടിൽ നടത്തി. ആ ഭാര്യ മരണപ്പെട്ടു, ആ സ്ത്രീ മരണപ്പെട്ടു. ഈ രൂപത്തിൽ യൂട്യൂബിലൊക്കെ സർജറി പഠിച്ച് അത് തങ്ങളുടെ കുടുംബങ്ങളിലൊക്കെ നടപ്പിലാക്കുന്ന ആളുകളുണ്ട്. അതേപോലെ തന്നെ പ്രസവം എന്നുള്ളത് അത് വീട്ടിൽ നിന്ന് മതി. പണ്ടത്തെ ആളുകളൊക്കെ അങ്ങനെയാണല്ലോ. ഇന്ന് കാലഘട്ടങ്ങൾ മാറി, ചികിത്സാ രീതികൾ മാറി, സംവിധാനങ്ങൾ മാറി. ഒരുപാട് യഥേഷ്ടം ആശുപത്രികളാണ് നമ്മുടെയൊക്കെ നാടുകളിൽ. ഒരിക്കലും ഇത്തരം അന്ധവിശ്വാസങ്ങളിലേക്ക് പോകാനും അത്തരം തെറ്റായ ചികിത്സാ രീതികൾ നമ്മുടെ വീടുകളിലോ അതല്ലെങ്കിൽ അത്തരം ആളുകളുടെ അടുക്കിലേക്ക് നമ്മൾ ഒരിക്കലും പോകാൻ പാടില്ല. നല്ല ചികിത്സയാണ് ഒരു രോഗം വന്നാൽ നമ്മുടെ വീട്ടിലെ അംഗങ്ങൾക്കും നമുക്കും നമ്മൾ നൽകേണ്ടത്. പണ്ട് നമ്മളൊക്കെ പറയാറുണ്ട് മുറിവൈദ്യൻ ആളെ കൊല്ലും എന്നുള്ളത്. ഈ യൂട്യൂബിലൊക്കെ ഒരുപാട് ചികിത്സാ രീതികളൊക്കെ കണ്ടും കേട്ടും പഠിച്ച് അവൻ ഡോക്ടറാണ്, അക്യുപഞ്ചറാണ്, അതിന്റെ ശാസ്ത്രീയ വശമൊന്നും എനിക്കറിയില്ല, ഇതൊക്കെ പറഞ്ഞ് ഒരുപാട് ആളുകളെ യഥാർത്ഥത്തിൽ നല്ല അസുഖങ്ങൾ, ഇപ്പൊ ഒരു മുഴക്കുള്ള ആളെ ആത്മീയ ചികിത്സ നടത്തിയാൽ എന്തായിരിക്കും അയാളുടെ അവസ്ഥ? കൃത്യമായ ചികിത്സ നടത്താതെ വയറിൽ ഒരു മുഴയുള്ള ആള് എന്നിട്ട് അത് ചെല്ലുന്നിട്ട് എന്റെ രോഗം ആത്മീയ ചികിത്സയിലൂടെ ഔലിയ മാറ്റിയിട്ടുണ്ടെന്ന് പറയാം. ഈ സാധു ആ മുഴ പോയി എന്ന് വിചാരിച്ച് വിശ്വസിച്ച് നിൽക്കുകയാണ്. പിന്നീട് ആ മുഴ തന്റെ വയറിൽ പൊട്ടി ഒലിച്ചിട്ടായിരിക്കും വലിയ അപകടത്തിൽ ചെന്നെത്തിയിട്ടായിരിക്കും ഈ സാധു അറിയാം. അത് തെറ്റായ വിശ്വാസങ്ങളാണ്. അത്തരം അന്ധവിശ്വാസങ്ങളെ, ഈ ആത്മീയ തട്ടിപ്പുകളൊക്കെ നമ്മൾ തിരിച്ചറിയാം. ഒരു വിശ്വാസി എന്ന നിലക്ക് അയ്യൂബ് നബിയുടെ ഒരു പാഠം തന്നെ വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ചികിത്സിക്കുക, അതേപോലെ തന്നെ പ്രാർത്ഥിക്കുക, അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക, പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുക. ഇതാണ് ഒരു വിശ്വാസിയുടെ നിലപാട്. ഒരുപാട് രോഗിയെ സന്ദർശിക്കുമ്പോഴുള്ള പ്രാർത്ഥന, ഒരു രോഗിയെ കണ്ടാൽ അയാളോട് നടത്തേണ്ട പ്രാർത്ഥനകളൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഹദീസുകളിലൂടെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇത്തരം അന്ധവിശ്വാസങ്ങളിലേക്ക് നമ്മൾ ഒരിക്കലും പോകരുത് എന്നാണ് പറയാനുള്ളത്. അതുകൊണ്ട് ഇത്തരം തട്ടിപ്പുകളെ നമ്മൾ സൂക്ഷിക്കുക. അള്ളാഹു നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ രോഗങ്ങളിൽ നിന്നും അള്ളാഹു നമ്മേവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒരു പ്രധാനപ്പെട്ട കാര്യം സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ മഹലിലെ ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂൾ എല്ലാ വെള്ളിയാഴ്ചയും മഗ്രിബ് നമസ്കാരത്തിന് ശേഷം നമ്മുടെ മദ്രസ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്നതാണ്. പരമാവധി ആളുകൾ അതിൽ പങ്കെടുക്കണമെന്ന് അറിയിക്കുകയാണ്. നമ്മുടെ എല്ലാവിധ കർമ്മങ്ങളെയും അള്ളാഹു പരലോകത്ത് സ്വീകരിക്കപ്പെടുന്ന അമലുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, കുടുംബക്കാരായ ആളുകൾ, സഹോദരങ്ങൾ, പണ്ഡിതന്മാരായ ആളുകൾ, അവരുടെ ഖബറെടുത്ത് അള്ളാഹു തആല വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അള്ളാഹുവെ, രോഗങ്ങൾ കൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അള്ളാഹുവെ, അവരുടെ രോഗങ്ങൾക്ക് നീ ശമനം നൽകി അനുഗ്രഹിക്കണമെന്നതാ. അള്ളാഹുവെ, ഞങ്ങളുടെ കച്ചവടങ്ങളിൽ, ജോലികളിൽ ബർക്കത്ത് നൽകി അനുഗ്രഹിക്കണമെന്നതാ. അല്ലാഹുമ്മ ഗ്ഫിർ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ. اللهم يا مقلب القلوب ثبت قلوبنا على دينك. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة